നമ്മൾ സീക്വൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിഫൈൻ ചെയ്യാൻ പോണേ. ലിമിറ്റ് എന്ന് പറയുന്നത്, ലിമിറ്റ് ഓഫ് എ സീക്വൻസ്. ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. സീക്വൻസ് 1/n എടുക്കുകയാണ്. സീക്വൻസ് 1/n, അതിൻ്റെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1/2, തേർഡ് ടേം 1/3, then 1/4, 1/5, 1/6, 1/7 ആൻഡ് സോ on. ആൻഡ് നിങ്ങൾക്കറിയാം ഇത് ഈ ടേംസ് ഓഫ് ദി സീക്വൻസ് 1/n, ആസ് n becomes larger and larger, അത് 1/n ഇങ്ങനെ ചെറുതായി ഈ ടേംസ് തമ്മിൽ 1ഉം 1/2 തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും കുറവാണ് 1/2ഉം 1/3 തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിനേക്കാളും കുറവാണ് 1/3ഉം 1/4 തമ്മിലുള്ള ഡിസ്റ്റൻസ്. ചെറുതായി വരുന്നുണ്ട്, ഡിസ്റ്റൻസും കുറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ഇത് സീറോയിലേക്കാണ്, സീറോൻ്റെ അടുത്തേക്ക് പോവാണ്. സീറോൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ സീക്വൻസിൽ വേറെ ഒരു ടേമും ഇല്ല, എല്ലാ ടേംസും സീക്വൻസിൽ ടേംസ് മൊത്തം പോസിറ്റീവ് ടേംസ് ആണ്. ഇപ്പോൾ സീറോൻ്റെ റൈറ്റ് സൈഡിലെ ടേംസ് ആണ് എല്ലാ ടേംസും. കൂടാതെ ആ സീറോയിൻ്റെ ഏത് അപ്പോൾ സീറോ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്, സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്, റേഞ്ച് സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, പിന്നെ എന്താണ് ലിമിറ്റ് ആണെന്ന് പറയാം. ഇപ്പം സീറോ ആണ് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ്. അതായത് n ഇങ്ങനെ വലുതാവും തോറും ആസ് n goes to infinity, സീക്വൻസ് 1/n tends to 0, comes closer to 0, goes to 0 എന്ന് പറയണമെങ്കിൽ കൺവേർജസ് എന്നുള്ള വേർഡാണ് അതിന് പറയാം. കൺവേർജസ് ടു 0, സീക്വൻസ് 1/n കൺവേർജസ് ടു 0, അല്ലെങ്കിൽ 0 is the ലിമിറ്റ് പോയിന്റ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് n goes to infinity, സീക്വൻസിലെ ടേംസ് സീറോൻ്റെ അടുത്തേക്ക് കൺവേർജ് ചെയ്യും, സീറോൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ പറഞ്ഞത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ആസ് n becomes larger and larger, the terms of the sequence an goes അല്ലെങ്കിൽ comes closer and closer to the number l, അല്ലെങ്കിൽ here it is 0 and comes closer to 0 എന്ന് പറയുന്നതിനെ എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കണേ. കംസ് ക്ലോസർ ടു അല്ലെങ്കിൽ ടെൻസ് ടു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഒരു ലാംഗ്വേജിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറയണേ പകരം നമ്മൾ എങ്ങനെ ഇത് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാം, പ്രിസൈസ് ആയിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേന്നുള്ളത് ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ മാത്സിൻ്റെ ലാംഗ്വേജിൽ പറയണം. എന്താ പറയുക, വേറെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാണ്ട് കറക്റ്റ് ഡെഫിനേഷൻ പറയണം. മാത്തമാറ്റിക്കലി നമുക്കത് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഒബ്ജക്റ്റീവ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, സീറോ എന്ന് പറയുന്നത് ലിമിറ്റ് പോയിന്റ് ആണ്, ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്. സീറോൻ്റെ ഏത് നൈബർഹുഡ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിക്കോളൂ, സീറോൻ്റെ ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്ത് നോക്കിക്കോളൂ, അതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. കുറച്ചും കൂടി ചെറിയ നൈബർഹുഡ് കൺസിഡർ ചെയ്താലും അതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. വീണ്ടും കുറച്ചും കൂടി ചെറിയ ടേംസ് കൺസിഡർ ചെയ്താലും അതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. പിന്നെ എന്താണ് സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നതിന് പകരം ഞാനിവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലിമിറ്റ് പോയിന്റും ലിമിറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് എന്നുള്ള വേർഡ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലിമിറ്റ് പോയിന്റുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഈ സീറോൻ്റെ ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്യാണ്. ഞാനിപ്പോൾ ആദ്യം ഈ റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നൈബർഹുഡ് കൺസിഡർ ചെയ്യാണ്. ക്ലിയർലി അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് ഉണ്ട്. ഇനി ആ നൈബർഹുഡിൻ്റെ വെളിയിൽ എത്ര ടേംസ് ഉണ്ട് സീക്വൻസിലെ? വെളിയിൽ ഇത്രയും ടേംസ് ഉള്ളൂ, 1 2 3 4 ടേംസ് ഉള്ളൂ. ഈ റെഡിങ്ങിൽ മാർക്ക് ചെയ്തേക്കുന്ന സീറോൻ്റെ നൈബർഹുഡിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട് ആൻഡ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആർ ഔട്ട്സൈഡ് ദാറ്റ് നൈബർഹുഡ്, ദാറ്റ് ഇൻ്റർവെൽ. ഓക്കെ, ഇനി വീണ്ടും കുറച്ചും കൂടി ചെറിയൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്തു. സീറോൻ്റെ തന്നെ ആ ബ്ലൂ ഇങ്കിൽ മാർക്ക് ചെയ്തേക്കുന്ന ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്തു. കുറച്ചും കൂടി ചെറിയ നൈബർഹുഡാണ്, ബട്ട് സ്റ്റിൽ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് ഇൻസൈഡ് ദാറ്റ് നൈബർഹുഡ്. മോറോവർ ഔട്ട്സൈഡ് ദാറ്റ് നൈബർഹുഡ്, ആ നൈബർഹുഡിൻ്റെ വെളിയിൽ എത്ര ടേംസ് ഉണ്ടാവും? ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ടാവോ? ഇവിടെയൊക്കെ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് സീക്വൻസിലെ പോയിന്റ്സ് 1, 1/2, 1/3, 1/4 അങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ബ്ലൂ ഇങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ നൈബർഹുഡിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ എത്ര പോയിന്റ്സ് ഉണ്ടാവും? അതിൻ്റെ വെളിയിൽ ഓൺലി എ
finite number of terms of the sequence are outside this neighborhood. ഇനി വീണ്ടും എത്ര ചെറിയ നൈബർഹുഡ്, ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഇങ്കിൽ മാർക്കിട്ടേക്കുന്ന ഒരു കുഞ്ഞ് നൈബർഹുഡ് അതും കൂടെ കൺസിഡർ ചെയ്താലും അതിൻ്റെ അകത്തും ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട് സീക്വൻസിലെ. സോ ദാറ്റ് 0 is a limit point of the sequence. മോർ ഓവർ അത് മാത്രമല്ല, അതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ടെന്ന് മാത്രമല്ല, ആ ഇന്റർവെല്ലിന്റെ വെളിയിൽ ഔട്ട്സൈഡ് ദാറ്റ് നൈബർഹുഡ് ഓഫ് 0 ദർ ആർ ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറഞ്ഞു അല്ലേ? അതിന് എല്ലാ നൈബർഹുഡിലും ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് ഉണ്ടെന്ന് മാത്രമല്ല, ആ നൈബർഹുഡിന്റെ വെളിയിൽ ഫൈനൈറ്റ്ലി മെനി ടേംസേ ഉള്ളൂ എന്നും കൂടെ പറഞ്ഞു. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിമിറ്റ് പോയിന്റ് ആൻഡ് ലിമിറ്റ്. ഓക്കെ, വെളിയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സേ ഉള്ളൂ. ഇപ്പം ഞാനൊരു നൈബർഹുഡ് എടുക്കുകയാണ്, എൽ എന്ന് പറഞ്ഞൊരു പോയിന്റിന്റെ, അല്ലെങ്കിൽ 0 ആണ് നമ്മൾ ഇവിടുത്തെ എൽ, അതിന്റെ ഒരു എപ്സിലോൺ നൈബർഹുഡ് എടുക്കുകയാണ്, എൽ മൈനസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ, 0 മൈനസ് എപ്സിലോൺ, 0 പ്ലസ് എപ്സിലോൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് ഉണ്ട്. അതിൻ്റെ വെളിയിൽ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വെളിയിൽ നമുക്ക് വെളിയിലുള്ള ടേംസ് ഔട്ട്സൈഡ് ദിസ് നൈബർഹുഡ് L minus epsilon, L plus epsilon, there are only finite number of terms. So we can find out finite number of terms, say A1, A2 എന്നോ അല്ലെങ്കിൽ A1, A2 എന്ന് തന്നെ പറയണമെന്നില്ല. A1 ഒക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഈ കേസ് പോലെ അല്ലല്ലോ, എന്താണെങ്കിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ. ഇപ്പോൾ ഈ കേസിൽ A1, A2 ഒക്കെ, A1 ഇതാണ്, ഇപ്പോൾ ഈ കേസിൽ A1 പുറത്താണ്, A2 പുറത്താണ്. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ടേം ഏതാണോ ഈ L മൈനസ് എപ്സിലോണിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന 1/n എത്രയാണ്, അതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന 1/n അത് ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ ട്രേസ് ഔട്ട് ചെയ്യാം. 0 മൈനസ് എപ്സിലോൺ, 0 പ്ലസ് എപ്സിലോൺ എന്നാണല്ലോ നമ്മുടെ ഇവിടുത്തെ നൈബർഹുഡ് എടുത്തേക്കണേ, L 0 ആയതുകൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നൈബർഹുഡ് L മൈനസ് എപ്സിലോൺ, L പ്ലസ് എപ്സിലോണിന് പകരം ഇവിടെ വരുന്നത് എന്താണ്? നമുക്ക് വരുന്നത് മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്നായിരിക്കും. മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ 0ന്റെ റൈറ്റ് സൈഡിൽ ഒരു എപ്സിലോൺ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് നാച്ചുറൽ നമ്പർ n ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് എപ്സിലോൺ in between 0 and epsilon, and അങ്ങനത്തെ എണ്ണുകളുടെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള, so there exist n in n natural numbers such that 1/n is less than epsilon. ഇങ്ങനത്തെ ഒരു n എടുക്കുക, ഇങ്ങനത്തെ എണ്ണുകളുടെ വാല്യൂസിൻ്റെ മിനിമം വാല്യൂ എടുക്കുക. അതെങ്ങനെ മിനിമം വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ 1/epsilon എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, പോസിറ്റീവ് റിയൽ നമ്പർ. 1/epsilon എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. 1/epsilonന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള നാച്ചുറൽ നമ്പർ എടുക്കുക. There exists a natural number by Archimedean property such that 1/epsilon is less than n. ആ 1/epsilonന്റെ ഇങ്ങനത്തെ എണ്ണുകളുടെ ഏറ്റവും ചെറിയ എണ്ണം എടുക്കുക, തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഉള്ള എണ്ണം എടുക്കുക. There exists n, we choose say m എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ എണ്ണുകളുടെ ഏറ്റവും മിനിമം വാല്യൂ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ മിനിമം വാല്യൂ എടുക്കാൻ പറ്റും എന്നുള്ളത് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് ട്രൂ ആണ്. എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. സോ ഈ ചൂസ് മിനിമം ഓഫ് സച്ച് എൻസ്. അപ്പോൾ 1/epsilon എന്ന് പറയുന്ന റിയൽ ലൈനിൽ എവിടെയാണോ ആ 1/epsilonന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള നാച്ചുറൽ നമ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് m. അപ്പോൾ 1/epsilon ആക്ച്വലി m-നും m-1നും ഇടയ്ക്കാണ്. ഇതിലേതെങ്കിലും ഈക്വൽ വേണമെങ്കിൽ ആവാം, m- വേണമെങ്കിൽ അത് ഈക്വൽ ടു m ആവാം, അല്ലെങ്കിൽ m-epsilonന് 1/epsilon ലെസ് ദാൻ m ആൻഡ് m-1 ഇങ്ങനെയുള്ള ഒരു m ആണ് നമ്മൾ എടുത്തിരിക്കണേന്ന് വിചാരിക്കാം. അങ്ങനെ എടുത്തിരിക്കണമെങ്കിൽ 1/m എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ 1/m എന്ന് പറയുന്ന ടേം എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. കൂടാതെ 1/m മാത്രമല്ല 1/m+1, 1/m+2 ഇതെല്ലാം എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. അതേസമയം 1/m-1 എപ്സിലോണിനേക്കാളും വലുതായിരിക്കും നമ്മൾ ഈ എഴുതിയേക്കണം വെച്ചിട്ട്. അപ്പോൾ ഈ എപ്സിലോണിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ 1/m-1, 1/m-2 ആൻഡ് സോ ഓൺ.
എവിടം വരെ വരും? എം എന്ന് പറഞ്ഞൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 1/m-1, 1/m-2 അങ്ങനെ എം എന്നുള്ള നാച്ചുറൽ നമ്പർ കുറഞ്ഞ് 1 വരെ വരാം. 1/2 then 1/1 which is 1. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് there are infinitely many. 1/m ഉണ്ട്, 1/m+1, 1/m+2, 1/m+3 and that list doesn't end. There are infinitely many. So inside this neighborhood minus epsilon plus epsilon you have infinitely many terms of the sequence, whereas outside this neighborhood there are only 1, 2, 3 etc. 1, 1/2, 1/3 etc. 1/m-1. m-1 ടേംസേ ഉള്ളൂ പുറത്ത്. ഉള്ളിലോ ഈ എപ്സിലോൺ നൈബോർഡിന് ഉള്ളിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. എപ്സിലോൺ നൈബോർഡിൻ്റെ വെളിയിൽ m-1 ടേംസ് ഉള്ളൂ. ഇങ്ങനെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഒരു സീക്വൻസ് ചെയ്യുന്നതിന് ലിമിറ്റ് ആവണമെങ്കിൽ ഈ എല്ലിൻ്റെ ഏത് നൈബർഹുഡ് നമ്മൾ എടുത്താലും L-epsilon, L+epsilon എന്നുള്ള ഒരു നൈബർഹുഡ് എടുത്താൽ ഇതിൻ്റെ അകത്ത് സീക്വൻസിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് വരണം. അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലാവാം, ചിലപ്പോൾ റൈറ്റ് സൈഡിലാവാം, ചിലപ്പോൾ രണ്ടിടത്തും കൂടെ ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. There are infinitely many terms inside this neighborhood L-epsilon, L+epsilon. But outside this neighborhood there are only finite number of terms of the sequence. So outside ഉള്ള ടേംസിനെ ഞാനിപ്പോൾ am1, am2 എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ you can find out only a finite number of terms am3 എന്നൊക്കെ പറഞ്ഞിട്ട് am something, some finite number, say amr. ഇങ്ങനെ you can find out only a finite number of terms outside this neighborhood. So ഈ ടേംസിൽ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കണതിൽ ഈ ടേംസിൽ ഏറ്റവും വലിയ ടേം, വലിയ നമ്പർ അല്ല, എലമെൻറ്റിൻ്റെ വാല്യൂവിൽ വലുതല്ല, എത്രാമത്തെ ടേമാണ് ഏറ്റവും വലിയ ടേം അവിടെ വന്നിരിക്കുന്നത് നോക്കാം. ഏറ്റവും വലിയ നമ്പർ അല്ല പറഞ്ഞത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ am1 എന്ന് പറയുന്നത് ഇപ്പോൾ A5 ഫിഫ്ത്ത് ടേമാണെന്ന് വിചാരിക്കും. ഇത് ഈ വന്നിരിക്കുന്നത് 10ാമത്തെ ടേമാണെന്ന് വിചാരിക്കും. ഇതൊരു 20ാമത്തെ ടേമാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇത് ഒരു 15ാമത്തെ ടേമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ വെളിയിൽ വന്നിരിക്കുന്ന ടേംസ് ആകെ 4 എണ്ണേ ഉള്ളൂ. ഞാൻ എഴുതിയേക്കണനുസരിച്ചിട്ട് 4 എണ്ണേ ഉള്ളൂ. A5, A10, A15 ആൻഡ് A20. അതായത് A20 എന്നുള്ള 20th ടേം ഈ നൈബർഹുഡിന് വെളിയിലാണ്. 20th ടേം കഴിഞ്ഞിട്ട് 21st ടേം തുടങ്ങി ഒരു ടേമും ഈ വെളിയിലില്ല. പിന്നെ എവിടെയാണത്? L-epsilon, L+epsilon എന്നുള്ള നൈബർഹുഡിന് ഉള്ളിലാണ്. അതായത് 20th ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും ഈ നൈബർഹുഡിൻ്റെ ഉള്ളിലാണ്. അതായത് an belongs to L-epsilon, L+epsilon after the 20th term for n equal to 21, 22 etc. n 21 തുടങ്ങി ബാക്കി എല്ലാ ടേംസിനും ഈ നൈബർഹുഡിൻ്റെ ഉള്ളിലാണ്. Similarly, if you have a sequence which converges to a number L, അതായത് if L, the number L is the limit of a sequence an, then every epsilon neighborhood of L contains infinite number of terms of the sequence. Moreover, outside this epsilon neighborhood of L, you can find out only a finite number of terms of the sequence. So if you list out the finite number of terms outside the sequence, you can find out a natural number, say m or m-1. So you have only m-1 terms outside this interval. So from mth term onwards, അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ടേം എത്രാമത്തെ ടേം ആണെന്ന് നോക്കിയിട്ട് ഒരു പെർട്ടിക്കുലർ ടേമിന് ശേഷമുള്ള you can find out a stage m such that after that stage mth ടേം തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ടേംസും സീക്വൻസിൻ്റെ എല്ലാ ടേംസും inside the neighborhood L-epsilon, L+epsilon ആണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ then we say that L is the limit of the sequence an.
So what is the definition for limit? A real number L is said to be the limit of a sequence an if for every epsilon greater than 0, that is corresponding to every epsilon neighborhood of L, there exists m in n, there exists a natural number n, or you can find out a stage m. You can find out a stage m such that after the mth term, for all n greater than or equal to m, that from the mth term onwards, every term of the sequence an, that is am, am plus 1, am plus 2, etc., they are all at a distance less than epsilon from L. This inequality is same as, that is an belongs to L minus epsilon, L plus epsilon for all n greater than or equal to m. So you can rewrite this definition as like this. For every epsilon greater than 0, there exists a stage m such that an is in the epsilon neighborhood of L from the mth term onwards. Or you can write the same thing as, for every epsilon greater than 0, there exists a stage m, there exists a natural number positive integer m such that from the mth term onwards, am, then m plus 1th term, m plus 2th term, and so on. Every term of the sequence from the mth term onwards, each and every term of the sequence belonging to the epsilon neighborhood of L. So this is the definition of limit of a sequence. Okay, then നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും. ദർ ഇസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിമിറ്റ് ആൻഡ് ലിമിറ്റ് പോയിന്റ്. ലിമിറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. സേ -1 എന്നുള്ള സീക്വൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. -1 -1 is a sequence -1 1 -1 1 -1 1 etc. Clearly you have two limit points for the sequence which are -1 and +1. But -1 is repeated infinitely many times in the sequence. 1 is also repeated infinitely many times in the sequence. If you consider any neighborhood of 1 minus epsilon, 1 plus epsilon, you can see that there are infinitely many terms of the sequence inside this neighborhood. Those infinitely many terms are each equal to 1 itself. But they are different terms of the sequence. So you can say that for 1 minus epsilon, 1 plus epsilon, if you take a neighborhood of 1 for every epsilon greater than 0, there exist infinitely many terms. ഏതൊക്കെയാണ് infinitely many terms actually? Second term, fourth term, sixth term, eighth term, എല്ലാം belonging to this neighborhood. കാരണം they are all 1. So you can write for every epsilon greater than 0, there exists infinite number of terms of sequence an inside this neighborhood. L minus epsilon n plus epsilon, where you have L is equal to 1 here, so 1 minus epsilon, 1 plus epsilon. Okay, there are infinitely many terms inside this neighborhood. But ഈ നൈബർഹുഡിന് വെളിയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, still there are infinitely many terms outside this neighborhood. ഏതൊക്കെ? A1, A3, A5, A7, all the odd terms of the sequence are equal to -1. So all the infinitely many terms, all those terms are lying outside this neighborhood. You can ഇപ്പോൾ നിങ്ങൾ if you choose epsilon very small, less than 2, any number less than 2, if you choose a positive epsilon less than 2, then infinitely many terms, all the odd terms of the sequence are outside this neighborhood.
So that you cannot find out a stage, and you cannot say that there is a stage such that after the stage every term of the sequence is inside this neighborhood L minus epsilon L plus epsilon. You cannot find out a neighborhood. You cannot find out such a stage. You cannot find out a stage M such that from the mth term onwards all the terms, each and every term of the sequence is in the epsilon neighborhood of the number L or 1 എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് M കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം there are infinitely many terms outside the neighborhood L minus epsilon L plus epsilon if you choose a sufficiently small epsilon. Okay, so ഈ കേസിൽ 1 ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിലും 1 is not the limit of sequence an, sequence minus 1 raised to n. So sequence minus 1 raised to n, ഈ minus 1 raised to n എന്ന് പറയുന്ന sequence-ന് you cannot find out a limit. It doesn't converge. It has 2 limit points but it does not have a limit. It doesn't converge to a limit or it doesn't converge. Okay, converge ചെയ്യാത്ത സീക്വൻസിനെ നമ്മൾ പറയുന്നത് ഡൈവേർജൻ്റ് എന്നാണ്. ഇഫ് അപ്പോൾ എന്താണ് കൺവേർജ് എന്ന് പറഞ്ഞാൽ ഇഫ് സച്ച് എ റിയൽ നമ്പർ, ഇഫ് ലിമിറ്റ് എക്സിസ്റ്റ്, if such a real number exists, then we say that if there exists a real number L such that L is the limit of sequence Sn or limit of sequence An, then we say that sequence An is convergent and convergent, or we say that sequence An converges to L. It is denoted by sequence An converges to L, tends to L. ഇങ്ങനെ എഴുതും. Or we write limit of sequence An is equal to L. We may put a suffix like n tends to infinity an, ഇങ്ങനെയും എഴുതും. n tends to infinity എന്ന് എഴുതിയില്ലെങ്കിലും, which means that it is a limit of a real sequence, so that n tends to infinity is understood. As n becomes larger and larger, n tends to L. ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും നിങ്ങൾ ജനറൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് പഠിക്കുമ്പോൾ. So this sequence is actually a particular case of particular function with domain the set of natural numbers. If a sequence doesn't converge, if such a limit doesn't exist, if there does not exist L such that An converges to L, then we say that the sequence An is divergent. ഇനി ഈ സീക്വൻസസിനെ നമ്മളിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ബാട്ടിലിൻ്റെ ടെക്സ്റ്റിൽ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ലിമിറ്റ് പോയിന്റ് വെച്ചിട്ടൊന്ന് ലിമിറ്റ് പോയിന്റിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് ഞാൻ എക്സാമിനേഷൻ്റെ കേസിൽ പറയുന്നതല്ല. നമ്മളൊരു റിയൽ സീക്വൻസിനെ നമുക്ക് ഇങ്ങനെ ഒരു ട്രീ ഡയഗ്രാം വേണമെങ്കിൽ വരക്കാം. അത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയുകയാണെങ്കിൽ. സീക്വൻസിനെ നമ്മൾ ഒരു ട്രീ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ there is a theorem, Bolzano-Weierstrass theorem for sequences, which says that അതിന് മുന്നേ തന്നെ Bolzano-Weierstrass theorem എന്ന് പറഞ്ഞൊരു തിയറം സെറ്റിനുണ്ട്. സെറ്റിൻ്റെ കേസിൽ സെറ്റ്സിൻ്റെ Bolzano-Weierstrass theorem പറയുന്നത് ഇങ്ങനെയാണ്: എവ്രി ബൗണ്ടഡ് ഇൻഫൈനൈറ്റ് സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. ലിമിറ്റ് പോയിന്റിനെ പറ്റിയിട്ടുള്ള ഒരു തിയറാണ്. അതായത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതിൻ്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല. എന്നാലും ഒരു സെറ്റിൽ ഇഫ് യു ഹാവ് എ സെറ്റ് വിച്ച് ഇസ് ബൗണ്ടഡ് ബട്ട് ഇൻഫൈനൈറ്റ്, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിനെ ഒരു പെർട്ടിക്കുലർ ബൗണ്ട്സിനുള്ളിൽ എൻക്ലോസ് ചെയ്യണമെങ്കിൽ, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിനെ രണ്ട് ഇൻഫിമം സുപ്രീമോ എന്നുള്ള രണ്ട് ബൗണ്ട്സിന് ഉള്ളിൽ എൻക്ലോസ് ചെയ്യണമെങ്കിൽ, രണ്ട് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഒരു ഗ്യാപ്പിട്ട് ഇട്ട് വെച്ചാൽ
you get only a finite number of points inside it. If you have to enclose infinitely many points in between two real numbers, എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ഈ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിനെ നിങ്ങൾക്ക് രണ്ട് ബൗണ്ട്സിനുള്ളിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ഈ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യപ്പെടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബൗണ്ടഡ് സെറ്റിൻ്റെ ഉള്ളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അകത്ത് അക്യുമുലേഷൻ പോയിന്റ് ഉണ്ടായേ പറ്റും. There exists limit point. That is the Bolzano-Weierstrass theorem. ഈ തിയറം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റിന്റെ കേസാണ് പറഞ്ഞത്. Bolzano-Weierstrass theorem for set എന്താണ് പറഞ്ഞത്? Bolzano-Weierstrass theorem for set states that every bounded infinite set has a limit point. ഇത് തന്നെ നമുക്ക് സീക്വൻസിന്റെ കേസിലേക്ക് ഒന്ന് ലിമിറ്റ് പോയിന്റിന്റെ ഡെഫിനേഷനിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എന്ത്? സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റും റേഞ്ച് സെറ്റിന്റെ ലിമിറ്റ് പോയിന്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ചാൽ ടേംസ് ഓഫ് എ സീക്വൻസ് പറഞ്ഞാൽ ഓൾവേസ് ഇൻഫൈനൈറ്റ്. അപ്പോൾ ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയേണ്ട കാര്യമില്ല, അവിടെ ഇൻഫൈനൈറ്റ് ആണ്. സീക്വൻസിൻ്റെ നമ്പർ ഓഫ് ടേംസ് എപ്പോഴും ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്, ഒരു സീക്വൻസിലെ ടേംസിനെ ഒരു പെർട്ടിക്കുലർ ബൗണ്ട്സിനുള്ളിൽ എൻക്ലോസ് ചെയ്യണമെങ്കിൽ, രണ്ട് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഒരു സീക്വൻസിലെ ടേംസിനെ മൊത്തം എൻക്ലോസ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും സീക്വൻസിൽ ഒന്നെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്തിട്ടാവണം, അതായത് റേഞ്ച് സെറ്റിന് ഒന്നെങ്കിൽ ലിമിറ്റ് പോയിന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ടേം തന്നെ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവണം സീക്വൻസിൽ. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റന്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ അത് ഒരു ടേം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാലേ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു സീക്വൻസിലെ എലമെന്റ്സിനെ എൻക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് എ സീക്വൻസ് ഇസ് ബൗണ്ടഡ്, എന്തായാലും ആ സീക്വൻസിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടാവും. സോ Bolzano-Weierstrass theorem for sequences states that Bolzano-Weierstrass theorem for sequences states that every bounded sequence has a limit point. അവിടെ ഇൻഫിനിറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, സീക്വൻസിലെ ടേംസ് എപ്പോഴും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്, കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കേസ് ലിമിറ്റ് പോയിന്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ഒരു സീക്വൻസിനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിതൊന്ന് ജസ്റ്റ് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബൗണ്ടഡ് ആവാം അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആവാം. ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ബൗണ്ടഡ് സീക്വൻസിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടായേ പറ്റും. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസിനെ വീണ്ടും ഒന്ന് രണ്ടാക്കിയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ലിമിറ്റ് പോയിന്റ് എന്തായാലും ഉണ്ടാവും. ഒരു ലിമിറ്റ് പോയിന്റ് മാത്രമുള്ള കേസ്, ഓൺലി വൺ ലിമിറ്റ് പോയിന്റ് ഓർ യുണീക്ക് ലിമിറ്റ് പോയിന്റ്. ലിമിറ്റ് പോയിന്റ് ഉണ്ടാവാതിരിക്കില്ല. Bolzano-Weierstrass theorem പറയുന്നത് എന്തായാലും ലിമിറ്റ് പോയിന്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസിന് ഒന്നുകിൽ ഒരു ലിമിറ്റ് പോയിന്റ് മാത്രമാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലിമിറ്റ് പോയിന്റ് ആവാം. മോർ ദാൻ വൺ ലിമിറ്റ് പോയിന്റ്. ഓക്കെ, ഈ യുണീക്ക് ലിമിറ്റ് പോയിന്റ് വന്ന കേസാണ് നമ്മൾ എന്തെന്ന് പറയാ, സീക്വൻസ് കൺവേർജന്റ് എന്ന് പറയാം. കൺവേർജന്റ് സീക്വൻസ് ഓർ the sequence has that unique limit point will be equal to the limit of the sequence. അപ്പോൾ ഈ കേസിലാണ് കൺവേർജൻസ് വരിക. ഒന്നിൽ കൂടുതൽ ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് കൺവേർജന്റ് അല്ല, അൺബൗണ്ടഡ് ആണെങ്കിലും കൺവേർജന്റ് അല്ല. ഇത് തന്നെ നമ്മൾ പിന്നീട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് പല പല പേരും. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള എല്ലാം ഡൈവേർജന്റ് സീക്വൻസ് ആണ്. ഓൺലി ബൗണ്ടഡ് സീക്വൻസ് വിത്ത് യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണ് കൺവേർജന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് നമ്മുടെ പാഠലിൻ്റെ ടെക്സ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ, സിലബസിൽ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പ്രൂവ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പ്രൂഫ് ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആക്ച്വലി ഇതിനെ നിങ്ങൾ വീണ്ടും കുറച്ചും കൂടിയൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മോർ ദാൻ വൺ ലിമിറ്റ് പോയിന്റ് ഉള്ള കേസിനെ നമ്മൾ പറയുന്ന പേരാണ് സീക്വൻസ് വിച്ച് ഓസിലേറ്റ്സ് ഫൈനൈറ്റ്ലി.
ഓസിലേറ്റ്സ് ഫൈനൈറ്റ്ലി എന്ന് പറയും. സീക്വൻസ് ഓസിലേറ്റിംഗ് ഫൈനൈറ്റ്ലി. അതുപോലെ അൺബൗണ്ടഡ് സീക്വൻസിനെ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അൺബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്, വേറെ ലിമിറ്റ് പോയിന്റ് ഒന്നും ഇല്ല. അൺബൗണ്ടഡ് എബോവ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡൈവേർജൻറ്റ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ അൺബൗണ്ടഡ് ബിലോ ആണ്, പക്ഷേ ബൗണ്ടഡ് എബോവ് ആണ്, വേറെ ലിമിറ്റ് പോയിന്റ്സ് ഒന്നുമില്ല. അതിങ്ങനെ അൺബൗണ്ടഡ് ബിലോ ആയിട്ട് പോകുന്നു എന്നല്ലെങ്കിൽ നമ്മൾ ഡൈവേർജൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടും മൈനസ് ഇൻഫിനിറ്റി, അൺബൗണ്ടഡ് എബോവും അൺബൗണ്ടഡ് ബിലോയും ആയിട്ട് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ വിത്ത് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി, അൺബൗണ്ടഡ് എബോവ് ഓർ അൺബൗണ്ടഡ് ബിലോ ആൻഡ് ഹാവിങ് എന്താ പറയുക വൺ റിയൽ ലിമിറ്റ് പോയിന്റ് ഓൾസോ, വേറൊരു ലിമിറ്റ് പോയിന്റും കൂടി ഉണ്ട്. അങ്ങനെയുള്ള ബാക്കിയുള്ള കേസസിനെല്ലാം, ഈ രണ്ടും അല്ലാത്തുള്ള ബാക്കിയുള്ള എല്ലാ അൺബൗണ്ടഡ് സീക്വൻസസിനെ നമ്മൾ സീക്വൻസസ് ഓസിലേറ്റിംഗ് ഇൻഫൈനൈറ്റ്ലി എന്ന് പറയും. അങ്ങനെ നമുക്കിങ്ങനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൻ്റെ അകത്ത് അൺബൗണ്ടഡ് സീക്വൻസും ബൗണ്ടഡ് സീക്വൻസിലും, അൺബൗണ്ടഡ് സീക്വൻസ് എല്ലാം തന്നെ എന്താണ് ഡൈവേർജൻ്റ് ആണ്. പിന്നെ കൺവേർജൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഒരു സീക്വൻസ് ബൗണ്ടഡും ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ ലിമിറ്റ് പോയിന്റ്. ബൗണ്ടഡ് സീക്വൻസ് വിത്ത് യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണ് കൺവേർജൻ്റ് ആവുള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ സമയം